നീ വേണമെങ്കിൽ ഇങ്ങോട്ട് വാ. അല്ലെ ചെന്നൈ പോയി കഴിച്ചിട്ട് വേണമെങ്കിൽ തിരുവനന്തപുരം വഴി നിനക്ക് എറണാകുളം പോവാൻ കേട്ടോ. എന്താണ് പ്രശ്നം? എന്താണ് സ്റ്റീവ് അവരടിച്ചത്? ആരടിച്ചത്? എവിടെ? എന്നിട്ടുണ്ടല്ലോ അവൻ ചത്തു. അവന് ഇല്ലില്ല, അവൻ കത്തി. സൈപ്പ എന്താ പരിപാടി? സൈപ്പ എന്ത് പരിപാടി? നിനക്ക് മൂത്തിരിക്കാണ് സ്റ്റീവ്, കുറച്ച് കുറെ. എനിക്ക് രാവിലെ ഒരു സ്ഥലം നല്ലൊരു എടാ നീ സോറി ഈ മുതുക്കിലോട്ടൊന്ന് വിട്ടെ. ഞാൻ വേറെ അല്ല നിങ്ങളിപ്പോ വല്ല ടി ജെനോ വല്ലതും ചെയ്തളിയാ ഒന്ന് പറയോ? അവന്മാര് ബാക്കപ്പ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അത് അവർക്ക് വിഷയം അല്ല ഇപ്പൊ ചന്ദ്രു ഇപ്പൊ വല്ലതും ചെയ്തു. പിന്നെ വേറെ ഞാനാണെന്ന് അവന്മാർക്ക് അറിയത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെ എടാ ഞാൻ പറഞ്ഞുതരാം. യവൻ അതായത് സ്റ്റീവ് ഇടിച്ചിട്ടൊന്നും നടത്താതെ സ്റ്റീവ് എന്തോ ലൈക്ക് ഒരു ടാപ്പെന്തോ അടിച്ചു, അത്രേ ഉള്ളൂ. അന്നേരം ആരാ പിടിച്ചെന്ന് ചോദിക്കാൻ വന്നവന്മാര്. അന്നേരം ഞാൻ നീരും കൂടി ഇല്ലേക്ക് ആളെ പറഞ്ഞെന്നാ കാശിരുന്ന് ചോദിച്ച്. അപ്പൊ 50 ലക്ഷം പറഞ്ഞു കൊടുത്ത്. ടി ജെനെ അടിക്കാനുള്ള കഴിവൊന്നുമില്ല. അവിടെ സാറിന്റെ വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ടി വി ഡ്രസ് ടീച്ചേട്ടാ എന്താ പ്രശ്നം? ഇപ്പൊ എന്താ? ഒരു പ്രശ്നമില്ല. സംസാരിക്കട്ടെ. സംസാരിക്കണ്ട. സംസാരിക്കണേ. നോക്കട്ടെ, സംസാരിച്ചു നോക്കട്ടെന്ന്. ഇത് റിവേഴ്സ് എടുത്തേ. ഹലോ എനിക്കൊരു സ്ലോട്ട് കളിയാ വണ്ടിക്കകത്ത്. ഹലോ ബാലിന്റെ വണ്ടി എല്ലാരും പോയാണ് ഇവിടെ എന്ത് ഊമ്പാനാണ് ഇവിടെ നിൽക്കുന്നത്. ചന്ദ്രനോടെ നീ മാറണ്ട. ചന്ദ്രനോടെ ഇതേത് വണ്ടിയാടാ? എടാ വളരെ മാന്യമായിട്ടൊന്നും സംസാരിക്കാൻ പോലും നീ സമ്മതിക്കാത്ത അവസ്ഥയായി അല്ലേടാ സൈപ്പേ? നിന്റെ ഹാപ്പി ബർത്ത്ഡേ. ആ താങ്ക് യു ചക്കരേ. ബർത്ത്ഡേ ഒക്കെയാണ് പോലെ. ആ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് നിന്റെ ഒന്ന് കൊണച്ചോട്ടെ പറ്റിയില്ല. അളി അവിടെ നിർത്തി കളിയാ. ഒന്ന് സംസാരിച്ചോട്ടെ. ആരോടെങ്കിലും സംസാരിക്കാൻ നോക്കിക്കടാ നീ വണ്ടി ഓടിച്ചാളി. രണ്ട് വണ്ടിയുണ്ട്. അതെ നോക്കളെ എന്താ സീൻ നോക്കി. ഹലോ ബ്രോ. ഹലോ ഇതിപ്പോ ആരായിട്ട് സിറ്റ്? ഹലോ ബ്രോ. എന്തിനാ അപ്പൊ അടി ഉണ്ടാക്കിയത്? നമ്മുടെ ആൾക്കാരെ അടിച്ചെന്നിട്ട് ആരടിച്ചത്? ഹലോ ബ്രദർ. എന്തിനാണ് അടിച്ചത്? എന്തിനാണ്? ഞാൻ പറഞ്ഞിട്ടില്ല. പേര് വാട്സ്ആപ്പ് നെയിം? മൈ നെയിം ക്രാറ്റോസ്. പിന്നെ മച്ചാന്റെ വണ്ടി മാത്രമേ കാണുന്നുള്ളൂ, മച്ചാനും കാണുന്നില്ല. നിങ്ങൾ SRR ആണോ?
പാവം പയ്യനല്ലേ. എന്ത് പറഞ്ഞു അല്ല മച്ചാനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ കേട്ടില്ല. ചേട്ടാ ആരെ കൊണച്ചാര് ആര് കൊണച്ചാര് കൂൾഡാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണക്കാൻ വരുമ്പോ പിന്നെ വായ അടച്ചു വിട്ടായിരിക്കണോടാ. കൂൾഡാണായി പോയി എല്ലാവരും ഞാനിലേക്ക് അവന്റെയൊക്കെ പേട്ട് വണ്ടിയായിട്ട് വന്നേക്കുന്ന നല്ല ഉണ്ടായിരുന്നീ ഉറച്ചു വിട്ടാ കേട്ടോ. അതിന്റെ ഇടയിൽ ആനപ്പെട്ട വന്ന് കിടക്കുന്നു. എന്ത് ആവശ്യത്തിനാണ് അതിന്റെ ഇടയിൽ കൂടെ ആനപ്പെട്ട കൊരകന്മാരുടെ ഇടയിൽ ആനപ്പെട്ടത്തിന്റെ ആവശ്യം എന്തുവാ? ഹലോ ബ്രോ ഒന്ന് പോയി തരുവോ ആനപ്പെട്ടങ്ങളെ? കുറെ നേരമായല്ലോ ഇവിടെ സർവൈറ്റർ സിറ്റുവേഷൻ ഇല്ല. അതിന്റെ ഇടയിൽ കൂടെ ആനപ്പെട്ട ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടോ എനിക്ക്? നിന്റെ ആരിലാണോടാ പുല്ലേ ഇവിടെ വന്ന് ഉണ്ടാക്കുന്നത്? അല്ല നിന്റെ ആരിലാണോ? അല്ല നിന്റെ ആരിലാണോ? മര്യാദക്കിരി ബാല അല്ലെ അത് SRR അല്ലേ? TG കൊല്ലട്ടെ അളിയാ. ഒരു മിനിറ്റ് അളിയാ വെയിറ്റ് അവന്മാരെ തല്ലൂടെ നീല അങ്ങനത്തെ കൊണയിരുന്നടാ അവൻ പറഞ്ഞു. അവന്മാര് തല്ലു ഉറപ്പായിട്ടും തല്ലും. ബാലൻ തല്ലി ഞാൻ പറഞ്ഞില്ല തല്ലി. ആരടിച്ചാലോ അടിയാ സംസാരായേ. എടാ അവിടെ നിന്ന് വിടാവോ നിങ്ങള്? എടാ ഒന്ന് വന്നേ വണ്ടി എടുത്ത്. ചന്ദ്ര ഞാൻ വള്ളിയൊന്നും എടുത്തില്ല ചന്ദ്ര. അമ്മമാർ ഇങ്ങോട്ട് വരുവാണെങ്കിലേ ഉള്ളു ചന്ദ്ര. ഞാൻ ചുമ്മാ സംസാരിക്കായിരുന്നേ. ഞാൻ കൊറേ നേരം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞേ നിർത്താൻ അലക്കാൻ വയ്യ എനിക്ക്. ചന്ദ്ര അവന്മാര് ചോദിച്ച് സുഖമാണോന്ന് ചോദിച്ചപ്പോ ഞാൻ സുഖവിശേഷം പറഞ്ഞോണ്ടിരിക്കും. ബർത്ത്ഡേ ഒക്കെ അല്ലേ ചന്ദ്ര? ഞാൻ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്നു. ഞാൻ കേട്ട് നിന്റെ സുഖവിശേഷം സംസാരിക്കുന്നതൊക്കെ. ഈ വള്ളി എടുക്കല്ലെന്ന് ഞാൻ പറഞ്ഞതാ. ഞാൻ ഓൾറെഡി വള്ളിയൊന്നും എടുത്തില്ല ചന്ദ്ര. അടിക്കേണ്ട ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞു. അമ്മ ഇങ്ങോട്ട് വരുവാടാ ഉറപ്പാ. ദൂരിയതല്ലേ അമ്മര്. എത്ര തവണ നിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്? ചന്ദ്ര വള്ളിയായിട്ട് എടുത്തില്ല ചന്ദ്ര. ഇത് സംഭവം അതല്ലടാ. ഇന്നമ്മര് പൈസ ഇങ്ങോട്ട് തന്നിട്ട് ഒഴിവാക്കിയതാടാ. മനസ്സിലേ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ചന്ദ്ര, ഒരു കാര്യം പറയട്ടെ. അടിക്കല്ലേന്ന് പറഞ്ഞു അവന്മാരോട്. എടോ ബാല കാര്യം പറ. നീ എന്താ പറഞ്ഞേന്ന്? അവന്മാര് ഉറപ്പായിട്ട് തല്ലും ഒറ്റക്ക് കിട്ടുമ്പോ. TG അവന്മാരെല്ലാരും എത്തി. ഇതേ 4-5 വണ്ടി എത്തി. ഇത് തല്ലി ഇനി അവന്മാർക്ക് അടിക്കാനുള്ളത് വാണിംഗ് ഫെയറും കൊടുത്തിട്ടുണ്ട്. എപ്പോ വേണേ വന്ന് കുത്തി അണ്ണാക്കി തരും. അതാ പറഞ്ഞ വണ്ടി എടുത്തോ? ഗ്യാങ് വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്ത് റെഡി ആക്കി വെച്ചു. അനിയൻ സിനിമ കളിക്കണളിയാ. എടാ അവന്മാര് കളിക്കാനുള്ള ധൈര്യമൊന്നും ഇല്ലടാ. അവന്മാര് വരത്തില്ല. 100% എളുപ്പത്തിന് വേണ്ടി വരും ഉറപ്പാ. കിട്ടുന്നവരെ താങ്ങുവേ അവന്മാരുടെ ലീഡറിന്റെ പേര് കൊമ്പന്നാ. അപ്പൊ പിന്നെ വരത്തില്ല. എത്ര പേരായി? 1 2 3 4 5 6 7 8 11 12 13 14 15 അവന്മാര് ഉറപ്പായിട്ടും വരുമല്ലേ? 15 പേര്. നടക്കല്ലേ? എടാ ഗ്യാങ് വണ്ടി എടുത്ത് നിക്കല്ലേ? നല്ല വണ്ടി എടുത്ത് കേട്ടാ. ഞാൻ വണ്ടി എടുക്കട്ടെ. ഞാൻ ബൈക്കില്ല. ഓപ്റ്റിമസ് എടുക്കുവാണ്.
മയിരളിയാ അവൻ പറഞ്ഞേട്ടാ കുരങ്ങന്മാരുടെ ഇടയിൽ ആനപ്പിണ്ടത്തിന് എന്താ ഇവിടെ കച്ചവടം മയിര് വണ്ടിയാണ് നമ്മള് വിളിക്കാൻ ചിലപ്പോ ചത്ത് എന്തിന് നിങ്ങള് ഫ്ലീക്കേറ്റ് മാറിയില്ലേ ഇതുവരെ നിങ്ങൾ അവിടുന്ന് മാറി എടാ നമ്മള് ഗ്യാങ് വണ്ടി എടുക്കാൻ വേണ്ടി ഗ്യാങ് ഹൗസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അളി എന്നെ പിറ്റ് ചെയ്യണ്ട അളിയാ ടി ജി ഗ്യാങ്ങോസിലല്ല ഞാൻ കാര്യം പറ്റേ ഈ സിറ്റുവേഷൻ വിടറാ ചുമ്മാ എടുത്ത് വെക്കല്ലേ ഇത് നമുക്ക് വേറെ സിറ്റുവേഷൻ നോക്കാം ചുമ്മാ ചെറിയ ചെറിയ ഇതിന് ഇങ്ങനെ സിറ്റുവേഷൻ ആക്കണ്ട ഇത് അതെന്താണ് ഞാൻ പറഞ്ഞേ വെറുതെ പോയി സിറ്റുവേഷൻ എടുക്കലേ ചുമ്മാ ഷോ ചന്ദ്ര ഒന്ന് ബൈക്ക് എടുത്തിക്കേ ഒരു പച്ച പെണ്ണ് അവൻ അവിടെ പോയി എന്താ പറഞ്ഞെന്നറിയോ എന്ത് കൊരങ്ങന്റെ ഇടയിൽ ആനപ്പിണ്ടത്തിന് എന്താ ഇവിടെ കച്ചവടം അവന്റെ അടുത്തിട്ട് പോയിട്ട് കൊണയി ഞാനിവിടെ ഉണ്ടാ ഞാൻ ഇവിടെ നിക്കായിരുന്നു കൊണയി അവിടെ സ്റ്റോക്കറായിട്ട് കൊണയി അവിടുന്ന് പണി ഫയറും കൊടുത്തു അവരതാണ് നോക്കിയിരിക്കണേ അവന്മാരെന്തിനാ അവിടെ നിക്കണേ ഇപ്പൊ അവന്മാര് അറിയത്തില്ല അവന്മാർക്ക് അറിയാം ബാലനാന്ന് എസ്ആറെ നമ്മളാണ് സിറ്റുവേഷൻ ആക്കി മുട്ടിച്ചു കൊടുത്തത് അപ്പൊ അവന്മാര് നമ്മളിടയ്ക്ക് ഇതാക്കി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സിറ്റുവേഷൻ ട്രിഗർ ആക്കിയെന്നും പറയും അതിന്റെ ഇടയ്ക്ക് മറ്റതും കിട്ടും നമുക്ക് ബാല എവിടെയാടാ നീ എവിടെ നിന്നില്ല എന്നോട് പാല പുതുക്കിലോട്ട് വരാൻ പറഞ്ഞിട്ട് എടാ നീ അവൻ പറയണ കേക്കില്ലേ എളിയാ ഇവൻ ടി ജെക്കാരോട് എന്താ പറഞ്ഞെന്നറിയോ കൊരങ്ങന്മാരുടെ ഇടയിൽ ആനപ്പിണ്ടത്തിന് എന്താ കച്ചവടം ബാലൻ എടാ എന്നിട്ട് പറയോ ഇവിടെ നല്ല കീറ് മേടിക്കും ഇവിടുന്ന് വിട്ടില്ല നിന്നൊക്കെ കീറ് എന്നിട്ടൊരു വാണി ഫയറും കൂടി കൊടുത്തിട്ടാണ് അവൻ വിട്ടത് അത് കൊരങ്ങന്മാര് കേട്ടില്ലല്ലോ കേക്കണടാ ആനപ്പിണ്ടത്തിന് എന്താ കച്ചവടം എന്തൊരു ഡയലോഗാണ് കൊഴപ്പില്ല ഇനിഷ്യൽ സിറ്റുവേഷൻ ആകത്തുള്ളൂ ഇനിഷ്യൽ സിറ്റുവേഷൻ ആണോ കൊഴപ്പില്ല അടിയോണി ഇനിഷ്യൽ ആകത്തുള്ളൂ കുഴപ്പമില്ല നമുക്ക് SRR ടി ജി അല്ല വേറെ ഒന്നും ഇല്ല ഇവിടെ ഇവിടെ പോയി ഈ കൊരങ്ങന്മാരും ആനപ്പെട്ട മാത്രമേ ഉള്ളൂ നീ എന്റെ കോലം കണ്ടോ എവിടെ പോയി അവിടെ എല്ലാം ഞാന് പണി ഇറക്കി വിട്ടെ ആലോചിച്ച് ഇങ്ങനെ ഒരു കോലമുള്ള ഒരുത്ത വന്ന് പണിയിട്ട് പോണ ആലോചിച്ച് നോക്ക് ഞാനൊക്കെ